കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 9-ാം ദിനം. ഇംബാല സിൻഡ്രോം എന്നതാണ് ഇന്നത്തെ ധ്യാനം. മുംബൈയിലെ ഒരു ജെസ്യൂട്ട് സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിൽ കടും ചുവപ്പ് പശ്ചാത്തലത്തിൽ സ്വർണ്ണ അക്ഷരങ്ങളിൽ ഡക് ഇൻ ആൾട്ടം എന്ന ലാറ്റിൻ വാക്ക് എഴുതി വച്ചിട്ടുണ്ട്. ആഴത്തിലേക്ക് ഇറങ്ങുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ മുദ്രാവാക്യം വിദ്യാർത്ഥികളെ അവരുടെ പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറത്തേക്ക് പോകാനും അവരുടെ ചക്രവാളങ്ങൾ വിശാലമാക്കാനും അജ്ഞാതമായതിനെ സ്വീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. യേശു പത്രോസിനോട് പറഞ്ഞ വാക്കാണ് ഇത്. നീണ്ട ഫലമില്ലാത്ത അധ്വാനം നിറഞ്ഞ രാത്രിക്ക് ശേഷം ഒന്നും പിടിക്കാതെ ക്ഷീണിതനായി തീരമണഞ്ഞ പത്രോസിനോട് യേശു പറഞ്ഞു, ആഴമില്ലാത്ത വെള്ളം തരിശുഭൂമിയാണ്, ആഴമുള്ള വെള്ളം മത്സ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. ലൂക്കോസ് 5:4. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പത്രോസ് അതനുസരിച്ചു. തൻ്റെ വല കീറാറാകുവോളം അവന് മത്സ്യങ്ങളെ ലഭിച്ചു. ഈ അനുഭവം പത്രോസിന്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ചു. എങ്ങനെ മീൻ പിടിക്കണം എന്ന ഉപദേശമല്ല യേശു പത്രോസിന് നൽകിയത്. കാരണം മീൻ പിടിക്കാൻ പത്രോസിന് നന്നായി അറിയാമായിരുന്നു. യേശുവോ ഒരു മരപ്പണിക്കാരനും ആയിരുന്നു. പകരം യേശു പത്രോസിനെ തൻ്റെ സുഖസൗകര്യങ്ങൾക്കപ്പുറത്തേക്ക് വിളിക്കുകയായിരുന്നു. തനിക്ക് ഏറെ പരിചിതമായ കടലും തൻ്റെ വള്ളവും തൻ്റെ വലയും വിട്ട് പതിവ് തീരത്ത് നിന്ന് ദൂരേക്ക് മാറുവാൻ, ആഴങ്ങളിലേക്ക് മാറുവാൻ പത്രോസിനെ കർത്താവ് നിർബന്ധിക്കുന്നു. തീരം വിട്ടെങ്കിലേ ആഴങ്ങളിലെ അനുഗ്രഹങ്ങളെ കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് പത്രോസിനോട് കർത്താവ് ഇവിടെ പറയുന്നത്. ശാന്തവും പരിചിതവുമായ തീരത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും അകന്നെങ്കിലേ ചാകരക്കൊയ്ത്ത് ലഭിക്കൂ എന്നാണ് ക്രിസ്തു അവനെ പഠിപ്പിക്കുന്നത്. ഗലീല വിടാനും തൻ്റെ സ്വന്തം സമൂഹത്തിനപ്പുറത്തേക്ക് നീങ്ങാനും മനുഷ്യരെ പിടിക്കാനുള്ള തൻ്റെ വലിയ ദൗത്യത്തിൽ പങ്കുചേരാനും ക്രിസ്തു പത്രോസിനെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെയും ആഹ്വാനം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്, ആഴത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ എടുത്തുചാട്ടത്തിന് മടി കാണിക്കുന്നു. നമ്മയെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇംബാല സിൻഡ്രോം. അവിശ്വസനീയമായ ശക്തിയുള്ള ഒരിനം ആഫ്രിക്കൻ മാനിന്റെ പേരാണ് ഇംബാല. 10 അടിയിലധികം ഉയരത്തിലും 30 അടിയിലധികം ദൂരത്തിലും ചാടുവാൻ കഴിവുള്ള മൃഗമാണിത്. എന്നിരുന്നാലും ഒരു മൃഗശാലയിൽ 6 അടി വലിപ്പമുള്ള ഒരു ലളിതമായ മതിലിന് അതിനെ തളച്ചിടാനാകും. എന്താണിതിന് കാരണമെന്നറിയണ്ടേ? താൻ ചാടിയാൽ എവിടെ എത്തുമെന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇംബാല ചാടുകയുള്ളൂ. നമ്മിൽ പലരും ഇതുപോലെയാണ്. ഒരു ചുവട് വയ്ക്കുന്നതിന് മുമ്പ് എല്ലാ വിശദാംശങ്ങളും ലഭിച്ചെങ്കിലേ നമ്മൾ അതിന് മുതിരുകയുള്ളൂ. അവസാനം എന്താകും എന്ന ഉറപ്പ് ലഭിച്ചെങ്കിലേ നമ്മൾ ആരംഭിക്കുകയുള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അത് സാധ്യമല്ല. വിശ്വാസത്തിൽ എപ്പോഴും ഒരപകട സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. ഉത്തരങ്ങൾ വ്യക്തമല്ലാത്തപ്പോഴും വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. എല്ലാം ഉറപ്പാകുന്നത് വരെ കാത്തിരുന്നാൽ നമുക്ക് ഒരിക്കലും ആദ്യപടി വയ്ക്കുവാൻ കഴിയുകയില്ല. ഈ നോമ്പുകാലത്ത് വിശ്വാസത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം നടത്തുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. നമ്മുടെ ഭയങ്ങൾക്കപ്പുറം സുഖകരവും അറിയപ്പെടുന്നതും പരിചിതവുമായ തീരങ്ങൾക്കപ്പുറം ചുവട് വയ്ക്കുവാൻ, എവിടെ എത്തും എന്നറിയാത്തപ്പോഴും യാത്ര ആരംഭിക്കാൻ
കർത്താവ് നമ്മെ വിളിക്കുന്നു. വിശ്വസിച്ചും കൊണ്ട് എടുത്തു ചാടിയാൽ നാം ഒരിക്കലും നിലംപരിചാകയില്ല. അവിടുന്ന് നമ്മെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. എല്ലാവർക്കും അനുഗ്രഹകരമായൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.